ഗോളം ഉണ്ട ഉണ്ട ഉണ്ട. സംജദാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. സംജദ് മാത്രമല്ല, ഈ സിനിമയിലുള്ള ക്രൂവിൽ പലരും, ഒട്ടുമിക്ക പേരും അവരുടെ ഡെബ്യൂ ആണ്. ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് അവരുടേതായിട്ടുള്ള മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഒരിടത്ത് പോലും സിനിമയിൽ ഒരു പരിചയക്കുറവുള്ള ആൾക്കാരാണ് ചെയ്തിരിക്കുന്നതെന്നുള്ള യാതൊരു ഇതുമില്ലാതെ പെർഫെക്റ്റായിട്ട് സിനിമ എടുത്തു വച്ചിട്ടുണ്ട്. തിരക്കഥ, കിടിലൻ തിരക്കഥ, ഡയറക്ഷൻ, എല്ലാ മേഖലകളിലും നീറ്റായിട്ടുള്ള ഒരു ഡീസൻറ്റ് ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് ആയിരുന്നു ഗോളം. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് രഞ്ജിത്ത് സജീവാണ് സിനിമയിലെ നായകൻ. അദ്ദേഹം വേറെ കൽബ് അങ്ങനെ 1-2 സിനിമകളിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു പോലീസായിട്ടൊക്കെ നിൽക്കുമ്പം ആ ഒരു ഫിസിക്ക് കറക്റ്റ് ഫിറ്റായിട്ടുള്ള ഒരു ബോഡിയും അത് യൂണിഫോം ഇട്ട് നിൽക്കുമ്പോൾ പോലീസുകാർക്ക് ഒരു ചേരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ചിലരൊക്കെ ചുമ്മാ നമ്മൾ ബോഡി ഷേമിങ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും പറയില്ല. ചിലരൊക്കെ ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് ഇതൊരു പോലീസ് ഓഫീസറാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു സാധനം, ഒരു ഗെറ്റപ്പ്, ആ ഒരു സ്റ്റൈലും കാര്യങ്ങളും ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ പുള്ളിക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. പണ്ട് CID മൂസ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് ദിലീപ് പോലീസ് വേഷത്തിൽ വരുമ്പോൾ നമുക്കൊരു സാധനം ഉണ്ടായിരുന്നു. ദിലീപ് ആ പ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ദിലീപ് കിട്ടില്ല പോലീസ്, അതുപോലത്തെ ഇതൊരു പോലീസ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അഭിനയത്തിലൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി വരാനുണ്ട്, എന്നാലും അടിപൊളിയായിട്ട് പുള്ളി റോൾ ചെയ്തു പോയിട്ടുണ്ട്. സിനിമ ഒരു IT ഫേമിൻ്റെ ഓഫീസ് കാണിച്ച് അവിടെ ഒരു 10-20 പേരുണ്ട്. ഈ 10-20 പേരെയും അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ട്. അത് നമ്മളിൽ എത്തിക്കാൻ വളരെ കുറച്ച് സമയം കൊണ്ട് ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് തുടക്കത്തിൽ ഈ പടത്തിലേക്ക് ഇന്നാവാനുള്ള ഒരു പ്രധാന കാരണം. കാരണം ഇത്രയും പേര് വരുമ്പം ചുമ്മാ കുറേ പേര്, ഒന്നാമത് പുതിയ ആൾക്കാരാണ്. നമുക്ക് കണ്ട് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ ശരി, ഓക്കെ, നമുക്കറിയാം ഇത് ഇന്ന ആളാണെന്ന്. പക്ഷേ ഇത് പുതിയ ആൾക്കാർ വരുമ്പോൾ അവരുടെ ഒരു മുഖം നമുക്ക് രജിസ്റ്റർ ചെയ്യണമല്ലോ. അത് ഓരോരുത്തർക്കും ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ഭയങ്കര റിയലിസ്റ്റിക്കായിട്ട് ഒരു IT ഓഫീസ് ഇങ്ങനെയാണ് എന്നുള്ളൊരു ഫീൽ വരെ, ഓരോരുത്തരുടെ പൊസിഷൻ വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ആരാണ് സീനിയർ, ആരാണ് ജൂനിയർ, ആർക്കാണ് കുറച്ച് അവിടെ പവർ ഉള്ളത്, ആരാണ് അവിടെ ഉഴപ്പി നടക്കുന്നത്, മനസ്സിലായില്ലേ? ബാക്ക് ബെഞ്ചർ സെറ്റപ്പ്, ഇതൊക്കെ ആരാണെന്നുള്ളൊരു മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന ആളെ കാണുമ്പോൾ ഇവരുടെ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അത് ചിലപ്പോൾ ഞാനൊരു IT ഫേമിൽ വർക്ക് ചെയ്യണുണ്ട് തോന്നിയായിരിക്കും, എല്ലാവർക്കും എനിക്കറിയത്തില്ല. എന്നാലും അത് മാക്സിമം അവർ അടിപൊളി ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് സജീവ് പോലീസ് ഓഫീസറാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെ അലൻസിയർ ഉണ്ട്, പിന്നെ ദിലീഷ് പോത്തൻ്റെ ഒരു പ്രധാന റോളിലുണ്ട്, സണ്ണി വെയിനുണ്ട്, സിദ്ദിഖുണ്ട്, കാർത്തിക് ശങ്കർ, ആശ മഠത്തിൽ, ചിന്നു ചാന്ദിനി, ശ്രീകാന്ത് മുരളി, നയനാൻ കെ അലക്സ്, അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. കുറച്ച് പേരുടെ പേരെനിക്കറിയത്തില്ല. എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു IT ഫേം കാണിച്ച് അവരുടെ മോർണിംഗിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ക്രൈം അവിടെ സംഭവിക്കുകയാണ്. ഈ ക്രൈം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇത് ഒറ്റ നോട്ടത്തിൽ ഇത് ഒരു തരത്തിലും ഇതൊരു മർഡർ ആണെന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിക്കത്തില്ല. അപ്പം ഇത് ഇത്രയും വലിയ ഒരു ഓഫീസിൽ പബ്ലിക്കായിട്ട് പൊതുവിലൊരു സാധനം നടക്കുമ്പം അതിലൊരു തെളിവും ഇല്ലാതെ വരുമ്പം അത് കണ്ടുപിടിച്ചെടുക്കുന്നത് ഒരു ശ്രമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് ഒരു തരത്തിലും ഒരു ദൈവം ഇട്ടുകൊടുത്ത ഒരു തെളിവുകളല്ലാതെ ആ പോലീസുകാരൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അയാൾ കണ്ടുപിടിച്ചെടുക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. അത് എത്രത്തോളം രൂക്ഷമായിട്ട്, എത്രത്തോളം ഒരു സാധ്യതയില്ലാത്ത ഒരു കേസ് തെളിയിച്ചെടുക്കുമ്പോഴാണ് അത് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ഇൻവെസ്റ്റിഗേഷൻ സിനിമ പരിഗണിക്കുമ്പോൾ അത്രയ്ക്ക് നല്ല കെട്ടുറപ്പുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഈ സിനിമയ്ക്ക് ഉള്ളത്. പിന്നീട് അങ്ങോട്ട് നൈസായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ പോയി, എല്ലാം അടിപൊളിയായിട്ട് കുറച്ച് ചെറിയ ട്വിസ്റ്റും ടേൺസും ഒക്കെ ആയിട്ട് ഇതാരാണ് എന്താണെന്ന് നമുക്ക് പിടുത്തം തരാത്ത രീതിയിൽ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നു. ഫസ്റ്റ് ഹാഫ് അവസാനിച്ച് സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അത് പൊളിയായിരുന്നു മോനെ. അത് അവസാന കുറച്ച് സമയം അത് കിടുമായിരുന്നു. വളരെ കുറച്ച് സമയമേ ഉള്ളൂ, ഒരുപാട് വലിച്ചു നീട്ടിയിട്ടില്ല, അനാവശ്യ പാട്ടുകളും ഗിമിക്സുകളും ഒന്നുമില്ല. വളരെ നീറ്റായിട്ട് ഒരു റിയലിസ്റ്റിക്കായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ, നല്ല എഴുത്തിൻ്റെ ബലത്തോടെ, നല്ല പെർഫോമൻസിൻ്റെ പിന്തുണയോടെ നമുക്ക് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് ഗോളം. ഭയങ്കര മറ്റേ ചേസിങ് അങ്ങനത്തെ ആ പരിപാടികളൊന്നുമില്ല. വളരെ ഒരു ബിൽഡിങ്ങും അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് ചെറിയൊരു ബഡ്ജറ്റ് ചെയ്ത സിനിമയാണ്. പക്ഷേ മേക്കിങ്ങിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. അതിപ്പം വിജയുടെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും, അബി സെൽവിൻ തോമസിൻ്റെ മ്യൂസിക് ആണെങ്കിലും, മഹേഷ് ഭുവനന്തിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും ഒക്കെ ആ ടെക്നിക്കൽ സൈഡും അതിൻ്റെ നിലവാരം പുലർത്തിയിട്ടുണ്ട്. ഈ സിനിമ
ഇതിപ്പം പുതിയ ആൾക്കാരാണ്, ക്രൂ ആണ്, വലിയ മറ്റേ പ്രൊമോഷനും ഇതൊന്നും ഇല്ല എന്നും വെച്ചിട്ട് ഈ സിനിമ പരാജയപ്പെട്ടു പോകരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പം നിങ്ങളൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, നിങ്ങൾ മസ്റ്റ് വാച്ചാണ്. നിങ്ങൾ ഒരിക്കലും ഇത് നിരാശപ്പെടേണ്ടി വരത്തില്ല. അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് സിനിമയെ തോന്നിയില്ല. ഒരു ക്ലീശ ഡയലോഗ് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, എന്നത് ഞാൻ ഇത്രയും നാളത്തെ എൻ്റെ പോലീസ് ജീവിതത്തിനിടയിൽ ഇതുപോലത്തെ ഒരു കേസ് ആദ്യമാണ്. ഇങ്ങനെ ഒരു ഡയലോഗ് എല്ലാ പടത്തിലും കൊണ്ടിടാറുണ്ട്. അത് ഇതിലിട്ടിട്ടുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ മാറ്റി പിടിക്കേണ്ട സമയം കഴിഞ്ഞ്. എന്നാലും ബാക്കിയുള്ള സിനിമകളിൽ കണ്ടുവന്ന രീതി അല്ലാതെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് സിനിമയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത ഇറങ്ങിയ 1-2 സിനിമകൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ സന്തോഷ് കീഴാറ്റൂർ അദ്ദേഹത്തിൻ്റെ ആ ഒരു പട്ടം ഉണ്ടല്ലോ, അത് വേറൊരാൾക്ക് തലയിൽ വെച്ച് കൊടുക്കാനുള്ള ഒരു സാധ്യത, എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. 2-3 സിനിമകൾ അടുപ്പിച്ച് ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് ഏതാണെന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. പിന്നെ ഒരു സെക്കൻഡ് പാർട്ടിലേക്കുള്ള ലീഡ് സിനിമ കൊടുക്കുന്നുണ്ട്. അത് ചുമ്മാ ഇപ്പോൾ എല്ലാ പടങ്ങളും വർണ്ണയം പോണ എല്ലാ പടങ്ങളും നായകൻ വില്ലനെ കടിച്ചു വന്നതിന് ശേഷം നായകൻ വേറെ എവിടെ എന്തോ ഒരു തേങ്ങയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനിയുണ്ടേ, ഞാൻ ചത്തിട്ടില്ല, രാജു നഹി രാജു ബൈ ബോലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഒരു ഇൻട്രോ കാണും. മിക്ക സിനിമകളിലും ഉണ്ട്. എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത ടൈലൻറ്റ് സിനിമ എങ്ങനെ എൻഡ് ചെയ്തിരിക്കണമെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഒരു ടൈലൻറ്റ് കൊണ്ട് വയ്ക്കണ പോലെ കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ കൃത്യമായിട്ട് ഒരു വലിയൊരു കഥയുടെ ഒരു ഫസ്റ്റ് പോർഷനാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഇതിൽ തുടർച്ച ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് സിനിമ എൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തുടർച്ച കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ വിജയിക്കണം. അങ്ങനെ വിജയിക്കട്ടെ. എന്തരാ വരട്ടെ.